പാർവതിയുടെ അച്ഛനും അമ്മയും അത് സമ്മതമാണെന്ന് പറയുകയും ചെയ്തു. ഈശ്വര, ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയാതിരിക്ക? കൈലാസ് സാറ് വെറുതെ പറഞ്ഞായിരിക്കോ? ഇനി അച്ഛനും അമ്മയും ചേച്ചിയോട് പറയാത്തായിരിക്കോ? നീ എന്തൊക്കെയാ പറയുന്ന മോളെ? ഇത്രയും വലിയ കാര്യം അവരെന്തിനാ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? ഞാൻ നിന്റെ ചേച്ചിയല്ലേ. നിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എന്നെ അറിയിക്കണ്ടേ? പോട്ടെ, കുറഞ്ഞത് നിന്നെയെങ്കിലും അറിയിക്കണ്ടേ? അച്ഛൻ അതൊന്നും ചെയ്യാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല ചേച്ചി. എത്ര വലിയ കുടുംബത്തിൽ നിന്നാണെങ്കിലും അച്ഛൻ ഞങ്ങളോട് സമ്മതം ചോദിക്കാതെ കല്യാണം തീരുമാനിക്കില്ല. കൈലാഷ് സാർ അവിടെ വന്നപ്പോ രുദ്രന്റെ ഉണ്ണിയായിട്ട് വഴക്കൂടിയെന്ന് ഉറപ്പാ. ലക്ഷ്മിജി വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും മാറിയെന്നോ? എന്താടാ ഉണ്ണി, ലക്ഷ്മി നല്ല ഉഷാറായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഉഷാറ് കാണാതിരിക്കോ മുതലാളി? ഭർത്താവായിട്ട് കണ്ടക്ടറല്ലേ കിട്ടിയിരിക്കുന്നേ. ആ ശരിയാ, ഞാൻ ഒരു ദിവസം മുഴുവൻ അമ്പലത്തിലായിരുന്നു. അന്ന് ഇറങ്ങുമ്പോ വീട്ടിന് മുന്നില് രുദ്രനായിട്ട് വഴക്കുണ്ടായതാ. ഇനിയെങ്ങാനും കൈലാഷ് സാറ് അന്ന് വന്നു കാണോ? എനിക്കത് ഉറപ്പിച്ചേ പറ്റൂ ചേച്ചി. അദ്ദേഹം അങ്ങോട്ട് വന്നിരുന്നോ എന്നും കല്യാണക്കാരെ സംസാരിച്ചിരുന്നോ എന്നും എനിക്കൊന്ന് ഉറപ്പ് വരുത്തണം. അതിനെന്താ, അച്ഛനും അമ്മയും ബന്ധുക്കൾ ക്ഷണിക്കാൻ പോയിരിക്കോ? തിരിച്ചു വന്നാലുടനെ ഞാൻ ചോദിച്ചിട്ട് നിന്നെ അറിയിക്കാം. അയ്യോ വേണ്ട ചേച്ചി, നമ്മളെ രണ്ടുപേരെയും ഈ വിവരം അറിയിക്കണ്ട എന്ന് അവർ തീരുമാനിച്ചെങ്കില് അതിന് പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അവരെ നമ്മൾ ചോദ്യം ചെയ്യുന്ന പോലെ അച്ഛനും അമ്മയ്ക്കും തോന്നരുത്. പിന്നെ നടന്നത് എന്താന്ന് നമ്മൾ എങ്ങനെ അറിയും? അന്ന് രുദ്രനും ഉണ്ണി അവിടെ ഉണ്ടായിരുന്നില്ലേ? നീതുവിനെയും പിള്ളേരെയും കൊണ്ട് ഒന്ന് അന്വേഷിപ്പിച്ചാ മതി. അവര് സത്യം പറയും. ശരി, ഞാൻ നീതുവിനെ കൂട്ടിക്കൊണ്ടുപോയി അന്വേഷിച്ചിട്ട് നിന്നെ വിളിക്കാം. ഇനിയെങ്ങാനും അച്ഛൻ കൈലാഷ് സാറിന് എന്നോട് ചോദിക്കാതെ വാക്കൊടുത്തു കാണോ? നീ ഇപ്പോഴേ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. ലക്ഷ്മി അന്വേഷിച്ചിട്ട് എന്താ സംഭവിച്ചെന്ന് പറയട്ടെ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പോയി കഴിച്ചിട്ടോ? അപ്പോ നിങ്ങൾ വരുന്നില്ലേ? ഈ കാര്യത്തിലൊരു തീരുമാനമാവാതെ ഞാനിങ്ങനെ മനസ്സമാധാനത്തോടെ കഴിക്കുക. നിങ്ങൾ ചെല്ലേ. നീ വാ. മോളെ, നീ എന്തിനാ കരയുന്നേ? അരവിന്ദ് വീണ്ടും മോശമായിട്ട് പെരുമാറിയോ? അവനെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കറിയാം. ഞാൻ കരയാൻ കാരണം ആന്റിയാ. ഞാനോ? ഞാനെന്ത് ചെയ്തു? എന്താ ആന്റി ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നേ? ഞാൻ കൈലാഷിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാർവതി ആന്റി മരുമകളെന്ന് വിളിച്ചില്ലേ? ആ ദാരിദ്ര്യവാസി പ്രിയനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ആന്റിക്ക് ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ മനസ്സ് വന്നു. ഞാനിന്ന് പട്ടിക്കാട്ടുകാരുടെ മുന്നിൽ തോറ്റുപോയില്ലേ? ആന്റി എനിക്ക് തന്ന വാക്ക് ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് ഞാൻ കരുതിയില്ല. കൈലാഷ് ഒന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴേക്കും പാർവതി എന്നെക്കാൾ നല്ല മരുമകളാകുമെന്ന് ആന്റി തീരുമാനിച്ചോ? നീ ആദ്യം കരയുന്ന ഒന്ന് നിർത്ത്. ഞാൻ കരയാനും പാടില്ലേ? ഞാൻ ജീവിക്കുന്നത് പോലും കൈലാഷിന് വേണ്ടിയാ. അവന് എന്റെ വിഷമം മനസ്സിലാവുന്നില്ല. ആന്റിയെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ എന്ന് കരുതി ഞാൻ ആശ്വസിച്ചതായിരുന്നു. ഇപ്പോ അതും പോയി. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്നാലേ ഞാൻ ചെയ്തത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാവൂ. കൈലാഷ് എന്റെ വാക്ക് കേൾക്കാതെ ആ ദരിദ്രവാസിക്ക് വേണ്ടി എന്റെ വീട് വിട്ടിറങ്ങിയപ്പോ തന്നെ അവനെ ഉപദേശിച്ച് എന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് കരുതി ഭൂമികയുടെയോ പാർവതിയുടെയോ മുന്നിൽ തോൽക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. കൈലാഷിനെ പിന്തിരിപ്പിക്കണമെങ്കിൽ പാർവതിയും പ്രിയനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനറിയണം.